തമിഴ്നാട്ടിൽ കരതൊട്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ആശങ്ക അകലുന്നു. ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. നിലവിൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ചെന്നൈയിൽ മഴക്കെടുതിയിൽ മരണം 8 വ്യോമ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുതുച്ചേരിയിലും വിഴുപുരത്തും വെള്ളക്കെട്ട് തുടരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും PJ അരുണാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരുൺ, പ്രതീക്ഷിച്ചതുപോലെയുള്ള ആശങ്കകൾ ഒക്കെ ഒഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രത്യേകിച്ച് ചെന്നൈയിലെ കാര്യമാണ് പറയാനുള്ളത്. തമിഴ്നാട്ടിലെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു ഇന്നലെ രാത്രി വരെയും. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെ? അനറൈസ് വളരെ ഇന്നലെ വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു തീർച്ചയായും. കാരണം ഈ ഒരു ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഈ തീരത്തോട് അടുക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുക എന്നുള്ളത്. കാരണം ഇന്നലെ വൈകിട്ടോടെ 5 മണിയോടെയാണ് പുതുച്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റ് കര തൊടുന്നത്. പിന്നീട് അങ്ങോട്ട് പുതുച്ചേരി, തമിഴ്നാട്, ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വൻ മഴ, വലിയ രീതിയിലുള്ള ഒരു മഴ ലഭിച്ചിരുന്നു. മഴയുടെ ലഭ്യത വലിയ രീതിയിൽ ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണ്. ഇവിടെ രണ്ടിടത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവിച്ചിരുന്നു. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ ഒരു മഴക്കെടുതിയിൽ മരണസംഖ്യ 8 ഉയർന്നിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ചെന്നൈയിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ഉന്നതതല ഉദ്യോഗസ്ഥ വൃന്ദം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത MK സ്റ്റാലിൻ പറഞ്ഞത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഒരു ജാഗ്രത വലിയ രീതിയിൽ പുലർത്തേണ്ടതുണ്ട്. കാരണം ചെന്നൈയിൽ ഇന്നലെ വൈദ്യുതാഘാതമേറ്റ് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 2 പേർ മരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് ഏറ്റവും ഒരു പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ 9 ഉയർന്നിരിക്കുന്നു. ഇനി വരും നേരം ഈ മണിക്കൂറുകളിലും ഈ മരണസംഖ്യ ഉയർന്നേൽക്കാമെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ തമിഴ്നാടിന് പിന്നാലെ കേരളത്തിലും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ മേഖലാ ജില്ലകളിൽ വലിയ രീതിയിലുള്ള മഴ മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഈ വരുന്ന മണിക്കൂറുകളിലും കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ മഴ ലഭ്യത ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. അന്നറീസ്. അരുൺ, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ 100 കണക്കിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ തുറന്നിരുന്നത്. ഇപ്പോഴും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും നമുക്കറിയാം, ചെന്നൈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടാവുന്ന ഒരു പ്രദേശമാണ് ചെന്നൈ നഗരം. ഈ ചുഴലിക്കാറ്റിൻ്റെ വരവോടുകൂടി തന്നെ മഴ ലഭ്യത ചെന്നൈ നഗരത്തിൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. കൂടാതെ പുതുച്ചേരിയിലും ഈ ഒരു മഴ മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട്. ചെന്നൈയിൽ ഗുണ്ടി പോലുള്ള പ്രദേശങ്ങളുണ്ട്, ഈ വേളാച്ചേരി പോലുള്ള പ്രദേശങ്ങൾ. അവിടെയെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇപ്പോൾ തന്നെ ബാധിച്ചിട്ടുണ്ട്. ട്രെയിൻ സബർബൻ റെയിൽവേയും കൂടാതെ വ്യോമ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ക്രോസ് വിൻഡിനെ അതിജീവിച്ചുകൊണ്ട് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇന്നലെ തന്നെ താൽക്കാലികമായി അടച്ചിരുന്ന വിമാനത്താവളം ഇന്ന് രാവിലെയോടുകൂടിയാണ് വീണ്ടും പുനരാരംഭിച്ചത്. പക്ഷേ ഇപ്പോഴും അവിടെ വലിയ രീതിയിൽ മണിക്കൂറിൽ 60 മുതൽ 70 വരെ കിലോമീറ്റർ വേഗതയിൽ ഇപ്പോഴും കാറ്റ് വീശുന്നുണ്ട്. അതിനെ വ്യോമഗതാഗതത്തെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പല വിമാനങ്ങളും ഇപ്പോഴും വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോഴും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകളെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് തമിഴ്നാട് സർക്കാരും പുതുച്ചേരി സർക്കാരും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നറീസ്. ശരി, ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ആശങ്ക അകലുകയാണ്. ശക്തി കുറഞ്ഞു വരുന്നു, അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ തമിഴ്നാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കേരള തീരത്തും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. PJ അരുണാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.